ഹായ്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി ഒരു മെഷീൻ ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഈ പൊടിയൊക്കെ അടിക്കുന്ന മെഷീൻ, അതായത് അല്ലെങ്കിൽ നമ്മളെ പയ്യന്മാർ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാർ ബ്രഷ് ഇട്ടവന്മാർ കൊണ്ട് ഇങ്ങനെ ജനലിൻ്റെ ഇടയിൽ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കേണ്ടി, അങ്ങനെ കുറേ സമയം നഷ്ടമാവും. അതുകൊണ്ട് ഒരു പൊടിയൊക്കെ അടിക്കുന്ന ഒരു മെഷീൻ വാങ്ങിച്ചു. കുറഞ്ഞ വിലയാണെങ്കിലും വാങ്ങിച്ചു. പയ്യന്മാർക്ക് കുറച്ച് ജോലിയും കുറഞ്ഞ് കിട്ടും, നമുക്ക് സമയവും ലാഭിക്കാം. ഇതിപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് മറ്റേ ഗമ്മ് എന്തോ തേക്കുന്നൊരു ഗെണ്ണ ആണെന്ന് തോന്നുന്നു. ഇത് ആണ്, അത് തന്നെ. പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം മെഷീൻ. ഇതാണ് സാധനം. നമ്മുടെ പയ്യന്മാർക്ക് ചെറിയൊരു ആച്ചാവും. കൊള്ളാം. വലിയ വെയിറ്റ് ഇല്ല, എങ്കിലും സാധനം കൊള്ളാം. ഓക്കെ, ഇതാ അതിൻ്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന സാധനമാണിത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇത് ഇങ്ങനെ കയറ്റി ഈ ലോക്ക് ഇടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ ലോക്കാവും. പിന്നെ ഇതിലെന്തോ ഒരു സാധനം കൂടെ ഉണ്ടേ. ഇതെന്താണെന്നൊരു പിടിയും കിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് പൊടി വലിച്ചെടുത്ത് മറ്റേ ഈ അരിയൊക്കെ പൊടിക്കുന്ന മില്ലിൽ ഒരു സഞ്ചി കെട്ടി തൂക്കിയിടുമല്ല, അതുപോലത്തെ എന്തോ ആണ്. പൊടി എന്തോ ഇതിനകത്ത് വന്ന് വീഴേണ്ട സാധനമാണെന്ന് തോന്നുന്നു. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. ഒരു പിടിയില്ല, അത് നോക്കി കണ്ണും തള്ളി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അറിയാമെന്നുള്ളതുപോലെയൊക്കെ വെച്ച് ചെയ്യാമെന്നുള്ളതിലിരിക്കുകയാണ്. എന്തായിരുന്നാലും ആ ഒരു സാധനം വാങ്ങിച്ചു. ഇനി ജോലി സമയം കുറഞ്ഞ് കിട്ടും. നമുക്ക് ഈസിയായി ജോലി കുറച്ച് വലയടിപ്പൊക്കെ ഇതിൽ കുറച്ചങ്ങ് മാറിക്കിട്ടും. അല്ലെങ്കിൽ വലക്കമ്പം ചുവന്നുകൊണ്ട് നടക്കണം. എന്തായിരുന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് സാധനം. ഓക്കെ, ദൈവമേ പഠിച്ചോനെ നിങ്ങൾ കാത്തോളി. ഓക്കെ, 1 2 3. സാധനം പ്രൊഡക്റ്റ് കേട്ടോ. അടുത്ത് വരണ്ട, ദൂരെ നിന്നായിരുന്നാലും സാധനം പോണ പോക്കുണ്ട്. അതാ ഒട്ടിയിരിക്കുന്ന ഒരു വലയാണ് തറയിൽ. കൊള്ളാത്ത സൂപ്പർ സാധനം.